Hi guys, welcome back to my YouTube channel. Hello. അപ്പോൾ ഇന്ന് നമ്മള് വീട്ടിൽ ഗ്രോസറി ഒക്കെ ബേസിക്കലി തീർന്നിരിക്കുകയാണ്. അപ്പം ഗ്രോസറി പർച്ചേസിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങാൻ പോവാണ്. ലൈക് പർച്ചേസ് ചെയ്യണ ഷോപ്സ് ഒക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമ്മൾ ഫസ്റ്റ് റിയൽ കനേഡിയൻ സൂപ്പർ സ്റ്റോർ, അത് കഴിഞ്ഞിട്ട് കോസ്കോയിൽ പോകും. കോസ്കോയില് ഓക്കെ. കോസ്കോയുടെ ആക്ച്വലി എനിക്കൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെന്നുണ്ട്. അത് ഞാൻ ഇന്ന് നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. കോസ്കോ കുറച്ചധികം പറയാനുണ്ട്. ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഷോപ്പിംഗ് ഉണ്ടെങ്കിൽ ഞാൻ കോസ്കോയെ കുറിച്ച് പറയാം. അങ്ങനെ നമ്മളിതാ കുളിച്ച് ഒരു സുന്ദരനും സുന്ദരിയൊക്കെ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മൾ റെഡിയായി. ഇന്നൊരു സൺഡേ കൂടി ആയതുകൊണ്ട് നമുക്ക് ഈ വീക്കിലേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഗ്രോസറി പർച്ചേസ് ചെയ്ത് മാക്സിമം 1 വീക്ക് ആട്ടോ. എല്ലാ വീക്കെൻഡും നമ്മളിങ്ങനെ ഇതിലൊക്കെ പർച്ചേസ് ചെയ്യും. അങ്ങനെ ഇന്ന് നോക്കട്ടെ. അപ്പൊ ഇവിടത്തെ എല്ലാ കാഴ്ചകളൊക്കെ കാണാൻ നമ്മളിപ്പോ റെഡിയായി കാറിൽ കയറാൻ പോവാണ്. ഓൾ സെറ്റ്? ഓക്കേ, ലെറ്റ്സ് ഗോ. കോസ്കോ നമ്മൾ സാധാരണ സാധനങ്ങളെല്ലാം ബൾക്കായിട്ട് വാങ്ങുമ്പോൾ അവിടുന്ന് കുറേ കൂടിയും ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ മിക്ക കനേഡിയൻ ഫാമിലീസും അവിടെ നിന്നാണ് ഷോപ്പ് ചെയ്യാറ്. കോസ്കോയിലെ സാധനങ്ങൾക്ക് പൊതുവേ വിലക്കുറവാണ്, ഹൈ ക്വാളിറ്റി സാധനങ്ങൾ അവിടെ കിട്ടാറുണ്ട്. അപ്പോൾ ആ ലെവലിൽ അറിയപ്പെടുന്ന ഒരു സ്റ്റോറാണ് കോസ്കോ. കോസ്കോയിന് കോമ്പറ്റീഷൻ ആയിട്ട് ഇവിടെ ഹോൾസെയിൽ ക്ലബ് ഉണ്ട്. അവരുടെ ബിസിനസ് മോഡൽ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു വർഷത്തേക്ക് നമ്മളൊരു മെമ്പർഷിപ്പ് എടുക്കുക, എന്നിട്ട് ആ മെമ്പർഷിപ്പ് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ കോസ്കോയിന്റെ സാധനങ്ങളൊക്കെ വാങ്ങാറ്. അപ്പോൾ മെമ്പേഴ്സിന് മാത്രമേ അവിടുന്ന് സാധനങ്ങൾ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ അറിവിൽ 2 ലെവൽ മെമ്പർഷിപ്പ് അവിടെ ഉള്ളത്. ഒരു ബേസിക് ലെവൽ മെമ്പർഷിപ്പ് ഉണ്ട്, ഒരു പ്രീമിയം ലെവലുണ്ട്. പ്രീമിയത്തിന് അവർ പറയുന്നതാണ് കോസ്കോ എക്സിക്യൂട്ടീവ് മെമ്പർഷിപ്പ്. അപ്പോൾ എക്സിക്യൂട്ടീവിന് അറൌണ്ട് $135 ആണ് കനേഡിയൻ. ബേസിക് മെമ്പർഷിപ്പിന് അറൌണ്ട് $65. അപ്പോൾ ഈ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മെമ്പർഷിപ്പ് മുഖേന നമുക്ക് കടയിൽ കയറി സാധനങ്ങളൊക്കെ വാങ്ങാവുന്നതാണ്. പൊതുവേ ബൾക്കായിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇപ്പോൾ വാൾമാർട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വാൾമാർട്ടിൽ നിന്ന് നമുക്കൊരു 10 ഉരുളക്കിഴങ്ങ് കിട്ടുമായിരിക്കും ഒരു പാക്കറ്റിൽ നിന്ന്. പക്ഷെ കോസ്കോയിലാണെങ്കിൽ ഒരു 30 എണ്ണമെങ്കിലും കിട്ടും. പൊതുവേ ഹൈ വോളിയം ആണ് അവിടെ. കുറച്ചും കൂടെയും പൈസ നമ്മൾ അപ്ഫ്രണ്ട് ആയിട്ട് ഇടണം. പക്ഷെ ഓവറോൾ പെർ യൂണിറ്റ് കോസ്റ്റ് ഭയങ്കര കുറവായിരിക്കും. അതുകൊണ്ട് എല്ലാവരും അവിടെ നിന്നാണ് ഷോപ്പ് ചെയ്യാറ്. അപ്പൊ നമ്മുടെ അളവിനനുസരിച്ച് നമ്മുടെ വീട്ടിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കോസ്കോയിൽ നിന്ന് വാങ്ങും. ബാക്കി വലിയ ക്വാണ്ടിറ്റി ഒന്നും ആവശ്യം വരാത്ത സാധനങ്ങളൊക്കെ സാറ് നമ്മൾ റിയൽ കനേഡിയനിലോ അല്ലെങ്കിൽ വാൾമാർട്ടിലോ ചെന്നാണ് വാങ്ങാറ്. മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് ആക്ച്വലി കോസ്കോയിൽ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലേ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത് വരുന്നത് ഇപ്പം കനേഡിയൻ സൂപ്പർ സ്റ്റോറിലാണ്. അപ്പൊ അതാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മള് കോസ്കോ ഇവിടെ കാണിക്കാം. ഓക്കെ, ഇപ്പം നല്ല സണ്ണി ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്. കുഴപ്പമൊന്നുമില്ല, തണുപ്പൊന്നും അധികം ഇല്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഓക്കെ. ഓൾറെഡി കുറേ ക്രിസ്മസിൻ്റെ ഇതൊക്കെ ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ക്രിസ്മസ് വൈബിലുള്ള സാധനങ്ങളൊക്കെ. ബ്ലാക്ക് ഫ്രൈഡേ ഡീൽസ് ഒക്കെ ഉള്ളതാണ്. ഇത് കണ്ട നാട്ടിലെ കിൻഡർ ജോയുടെ സാധനങ്ങളൊക്കെയാ. ഇതിവിടെ ഭയങ്കര ക്യൂട്ടാണ്. കിൻഡർ ജോയുടെ സോഫ്റ്റ് ടോയ്സും ഒക്കെ ഉണ്ട് ഇവിടെ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതിപ്പോൾ നല്ല സ്റ്റോക്കുള്ള ടൈമാണ്. നല്ല ഫുഡുകളൊക്കെ എടുക്കുന്നത്. 5 പോരെ? 5 മതിയോ? $3 ഒനിയൻ മേടിക്കണ്ടേ? ഈ ഒനിയൻ
പൊതുവെ മേടിക്കുന്നത് കണ്ടില്ലേ, $13 ഇതിന്. തോന്നിയും മേടിക്കണം. ഇപ്പോൾ ഓഫറൊക്കെ ഉണ്ട്, $13. അപ്പോൾ അത് മേടിച്ചു. തക്കാളിയൊക്കെയാണ്, നല്ല ഫ്രഷ് തക്കാളി. ഈ തക്കാളി എടുക്കാണ്, എടുത്ത്. ക്രിസ്മസ് സ്പെഷ്യലാണ്. കിൻഡർ ബ്യൂനോ എല്ലാവർക്കും പൊതുവെ ഇഷ്ടമുള്ളതായിരിക്കും. ഇതിൻ്റെയൊക്കെ ക്രിസ്മസ് എഡീഷനൊക്കെ വന്നു തുടങ്ങി. ക്രിസ്മസ് ടൈം ഓൾമോസ്റ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ക്രിസ്മസ് എഡീഷനൊക്കെ വന്നു തുടങ്ങി. ഇത് റീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ചോക്ലേറ്റ് ആണ്. ഒരു പീനട്ട് ബട്ടറൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലോണം ഇഷ്ടപ്പെടും. ഒരു കപ്പ് കേക്ക് പോലത്തെയാണ് ഇത്. എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് പീനട്ട് ബട്ടർ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഉണ്ടോ, ഇത് നല്ലതാട്ടോ. ഇവിടുത്തെ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ചോക്ലേറ്റ് സെഷനാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സെഷൻ തന്നെയാണിത്. ഇതിന് ഓഫർ ഉണ്ടല്ലേ? ഓക്കെ, ഇതിന് എത്രയാണിത്? $12.99. ഇത് ഓഫറുണ്ട്. കണ്ടില്ലേ, നാട്ടിലെ കോക്കനട്ട് വാട്ടറൊക്കെ ആട്ടോ അത്. നമ്മളിപ്പോൾ സാധാരണ ഏത് റിയൽ കനേഡിയനിലോ വാൾമാർട്ടിലോ പോവുകയാണെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ സെക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു ഇൻ്റർനാഷണൽ ഐലിലാണ്. ഇൻ്റർനാഷണൽ ഫുഡ്സ് എല്ലാം ഈ ഐലിലാണ് കിട്ടുക. അങ്ങനെയായിരിക്കും ഇത് വേർതിരിച്ചിരിക്കുക. അത് ആ ഒരു പ്ലക്കാർഡ് കണ്ടില്ലേ, വേൾഡ് ഫുഡ്സ് എന്ന് എഴുതിയിരിക്കുന്നത്, അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇൻ്റർനാഷണൽ സോസസ്, നൂഡിൽസ്, സ്പൈസസ്, റൈസ് എന്നൊക്കെ. അപ്പോൾ ഇവിടെ ഓരോരോ പ്ലക്കാർഡ് വെച്ചിട്ടുണ്ട്, സൗത്ത് ഏഷ്യൻ, ഈസ്റ്റ് ഏഷ്യൻ, ഫിലിപ്പീനോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓരോ സെക്ഷനിലും നമുക്ക് അതാത് രാജ്യങ്ങളിൽ നിന്നുള്ള ഫുഡ്സ് ലഭിക്കുന്നതാണ്. ഇത് ഈ ഒരു ഐലിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഇപ്പോൾ വാൾമാർട്ടിലാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഐലുണ്ട്. ഇപ്പോൾ സാറിന് നമ്മളിവിടുന്ന് റൈസൊക്കെ വാങ്ങാറുണ്ട്, റൈസ്, സ്പൈസസ്. കാരണം നമ്മുടെ ഇന്ത്യൻ ഡിഷസ് എല്ലാം സാറിന് ഇവിടെ കിട്ടാറുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇത് സൗത്ത് ഏഷ്യൻ ഇതാണല്ലേ, സൗത്ത് ഏഷ്യൻ്റെ ഇതിൽ ഇങ്ങനത്തെ മസാലപ്പൊടികളൊക്കെ ഇവിടുന്ന് വാങ്ങാം. ഇതൊക്കെ ഉണ്ടോ? ഇത് കരാബി, ചപ്ലി കബാബ്, മീറ്റ് മസാല, കിച്ചൺ മസാല, ചാറ്റ്, തന്തൂരി മസാല. ഇത് സൗത്ത് ഏഷ്യൻ ഇതായതുകൊണ്ടാണ് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. ഇവിടെ ബിരിയാണി മസാല പൗഡർ ഉണ്ട്, ബോംബെ ബിരിയാണി മസാല പൗഡർ, ഷീഖ് കബാബ് പൗഡർ ഉണ്ട്. ഇപ്പോൾ നാട്ടിലെ പോലെ ഈസ്റ്റാണല്ല, ഇവിടെ കൂടുതലും പോപ്പുലർ ആയിട്ടുള്ളത് ഷാനൊക്കെയാണ്. അപ്പോൾ നമ്മൾ സാറിന് ഷാനാണ് വാങ്ങാറ്. നല്ല ക്വാളിറ്റി സാധനമാണ്, ഒരു നോർത്ത് ഇന്ത്യൻ കമ്പനിയാണ്. അപ്പോൾ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നതൊക്കെ ഷാൻ മസാല പൗഡേഴ്സാണ്. ഈസ്റ്റേണിൻ്റെ കിട്ടിയ അത്രയും നല്ലത്. പക്ഷേ ഇവിടെ കുറേ കൂടെ എക്സ്പെൻസീവ് ആണ് ഈസ്റ്റേൺ. ഇത് കുറച്ചും കൂടെ അഫോർഡബിൾ ആണ് സാറിന് എല്ലാവർക്കും. നാട്ടിലുള്ള പോലെ ടാറ്റ സീഡ് സോൾട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതാ ഇഷ്ട പൗഡർ, അങ്ങനെ സാധനങ്ങളൊക്കെ. നാട്ടിലെ ബോർബൺ ട്രീറ്റ്, ലിറ്റിൽ ഹാർട്സ്. നമ്മുടെ നാട്ടിലെ ലിറ്റിൽ ഹാർട്സ് ഒക്കെ ഉണ്ട് ഇവിടെ. ലിറ്റിൽ ഹാർട്സ് എത്രയാ? 99 cents ആട്ടോ ലിറ്റിൽ ഹാർട്സിന്. നമ്മുടെ നാട്ടിൽ എത്ര? 10 rupees എന്തോ ആണല്ലേ ലിറ്റിൽ ഹാർട്സ്? അതെ, പക്ഷേ അതിപ്പോൾ ഇൻഫ്ലേഷനൊക്കെ അല്ലേ, എല്ലാം 20 ഒക്കെ ആയിക്കാണ്. പക്ഷേ ഇവിടെ സാറിന് ഇത് ഈയിടെയാണ് ഇത്രയും സാധനങ്ങൾ നാട്ടിലത്തെ സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഇത്രയും വലിയ സൂപ്പർ മാർക്കറ്റ്സ് ഒക്കെ, വാൾമാർട്ട് ആണെങ്കിലും റിയൽ കനേഡിയൻ ആണെങ്കിലും. ഇതൊക്കെ സാറിന് കിട്ടണമെങ്കിൽ നമ്മൾ സാധാരണ ഇന്ത്യൻ ഗ്രോസറി സ്റ്റോഴ്സ് ഉണ്ട്, സ്റ്റാൻഡ് അലോൺ സ്റ്റോഴ്സ് ആയിട്ടുണ്ട്. അവിടെയാണ് ചെന്ന് നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്.
പക്ഷെ ഇപ്പോൾ ഈ വലിയ സൂപ്പർ മാർക്കറ്റ് വന്നേ പിന്നെ നമുക്കെല്ലാം കൺവീനിയൻ്റ് ആയി കുറേ കൂടെ. കാരണം ഇവിടെ ഇപ്പോൾ എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്, അത്രയും വിലയുമില്ല. അപ്പോൾ കുറേ കൂടെ കൺവീനിയൻ്റ് ആയി ഇന്ത്യൻ ഫാമിലീസിനാണെങ്കിലും ഇപ്പോൾ ഇവിടെ പൊതുവെ നിൽക്കുമ്പോൾ. ഇവിടെയാണ് എൻ്റെ ഫേവറേറ്റ് സെഷൻ വരുന്നത്. ഇവിടെ എന്താ റഫിൾസ് ഉള്ളവർ എന്തായാലും ട്രൈ ചെയ്യണം. റഫിൾസ് എന്ന് പറഞ്ഞിട്ട് ഇത് നാട്ടിൽ ലേസ് ഒക്കെ ഉണ്ട്. ലേസിന് എൻ്റെ ഇവിടെ ചിക്കൻ ഫ്ലേവർ ഒക്കെ ഉണ്ട്. ലേസിൻ്റെ മിസ് വിക്കീസ് ഇത് കുറച്ചുകൂടെ ഹെൽത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള സ്നാക്സ് ഒക്കെയാണ് ഈ മിസ് വിക്കീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇത് റഫിൾസിൻ്റെ പല ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. ഈ ലേസിന് തന്നെ പോപ്പബിൾസ് ഇത് ചിലവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. എനിക്ക് കുഴപ്പമില്ലായിരുന്നു, ഇഷ്ടപ്പെട്ടു. നമ്മുടെ പച്ച കളർ ലേസിൻ്റെ പോപ്പബിൾ വേർഷനാണിത്. ഇങ്ങനെയും കിട്ടാറുണ്ട് കേട്ടോ ഈ ലേസിൻ്റെ ഈ റഫിൾസ് ലേസ് അതിൻ്റെ ഒരു പാക്കായിട്ട് 42 ഒരു പാക്കുള്ള ഒരു വലിയൊരു കാർട്ടറാണ്. ഇത് ഒരുമിച്ച് മേടിക്കാൻ നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. പക്ഷെ നമ്മൾ അത്ര 42 ഇതും നമ്മൾ കഴിച്ചു പോകും. ഇതിന് 20 CAD വരുന്നത് ഈ ഒറ്റൊരു കാർട്ടർ. വേറെ ഒരു ചിപ്പ് അഹോയ് എന്ന് പറഞ്ഞിട്ട് അതും ബെസ്റ്റാണ്. ഒരു കുക്കി ടൈപ്പാണ്. പക്ഷെ ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. സോ ഇവിടെ ഒരു അക്വേറിയം സെക്ഷനും കൂടെ ഉണ്ട്. ഇങ്ങനെ ലൈവായിട്ട് ഇവർ ഫിഷസും ക്രാബ്സും ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ ക്രാബ്സും ലോബ്സ്റ്റേഴ്സും ഒക്കെ ഫ്രഷ് ആയിട്ട് കൊടുക്കണമെന്നാണ് അതിൻ്റെ രീതി. കാരണം നമ്മളിപ്പോൾ ഇത് ഓൾറെഡി കട്ട് ചെയ്തിട്ട് വാങ്ങുവാണെങ്കിൽ എളുപ്പം തന്നെ അത് ചീത്തയായി പോകും. ക്രാബ്സിൻ്റെയും ലോബ്സ്റ്റേഴ്സിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ ക്ലാം ടൈപ്പ് ആയിട്ടുള്ള ഫിഷസ് എല്ലാം ഇവർ ഇപ്പോൾ തന്നെ നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഫ്രഷ് ആയിട്ട് തന്നെ വെട്ടി അവർ തരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ എല്ലാ ടൈപ്പ് ക്ലാംസും ഇവിടെ ഉണ്ട്. മസിൽസ് നല്ല ലൈവായിട്ട് തന്നെ അല്ലേ. അതെ, ഓയിസ്റ്റേഴ്സ് എല്ലാം ഇവിടെ കിട്ടും. പക്ഷേ കുറച്ചും കൂടിയും എക്സ്പെൻസീവ് ആണ് സാധാരണ ക്രാബ്സും ലോബ്സ്റ്റേഴ്സും ഒക്കെ. നമ്മളിങ്ങനെ എന്താ പറയുക, നാട്ടിൽ കിട്ടുന്ന ഈ 1000 പല്ലി അങ്ങനത്തെ ടൈപ്പ് ഫിഷൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളത് തപ്പിയെടുക്കേണ്ടതാണ്. ഇതിനൊരു ഇംഗ്ലീഷ് പേരൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ മത്തിക്ക് സാർഡീൻസ് എന്നാണ് പറയാറ്. സാർഡീൻസ് ഒക്കെ ഒരു ക്യാനിലാണ് സാധാരണ എല്ലാവരും വാങ്ങാറ്. അതാണ് കുറച്ചും കൂടി അഫോർഡബിൾ. ഫ്രഷ് ആയിട്ട് സാർഡീൻസ് വാങ്ങുവാണെങ്കിൽ എളുപ്പം ചീത്തയായി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണ് ഞാനും ഡോറയൊക്കെ സാധാരണ ഷോപ്പ് ചെയ്യാറ്. അപ്പോൾ പെരിഷബിളായിട്ട് എന്ത് വാങ്ങിയാലും അത് ആ വീക്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സാധനം വാങ്ങാറില്ല. ഏത് വീക്കിലാണോ കുക്ക് ചെയ്യുന്നത് ഫിഷ് അതിനനുസരിച്ച് വാങ്ങാറ്. മിക്ക ഫാമിലീസും ഇങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. അവരുടെ ഗ്രോസറീസും അവരുടെ മീൽ പ്രെപ്പും എല്ലാം എല്ലാ ആഴ്ചയും. ലൈവായിട്ട് ഇതൊക്കെ ക്ലാംസ് ആണ് അല്ലേ. ഈ ഹലാൽ സെക്ഷനൊക്കെ ഉണ്ടോ? ഇതെല്ലാം ഹലാൽ ഫുഡ് അങ്ങനത്തെ അല്ലെ, ഹലാൽ ഫ്രോസൺ ആയിട്ടുള്ളതൊക്കെയാണ്. ചിക്കനൊക്കെ കണ്ടോ? അതാ $27 ഇത്രയും ചിക്കൻ ബ്രസ്റ്റ് ഇങ്ങനെ കിട്ടും. നമ്മൾ ചിക്കൻ പൊതുവെ കോസ്കോ എന്നാണ് മേടിക്കുന്നത്. ഇവിടെ മാരിനേറ്റഡ് ആയിട്ടൊക്കെ ഉണ്ട്. ഇത് എഗ്നോഗാണ്. ഇത് ഇവിടെ ക്രിസ്മസിന് യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ്. ക്രിസ്മസിനാണ് ഇതെല്ലാവരും മേടിക്കുന്നത് എഗ്നോഗ് എന്ന് പറഞ്ഞിട്ട്. ഞാനിത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എഗ്നോഗ് മേടിക്കുന്നതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ പൊതുവെ മേടിക്കുന്ന പ്രോബയോട്ടിക് ഡ്രിങ്ക്സ് ഒക്കെയാണ്. ആക്റ്റീവ് നല്ല ടേസ്റ്റ്. നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനല്ലേ, നല്ലതാണ്, ഹെൽത്തിയാണ്. പ്രോബയോട്ടിക് ഇമ്മ്യൂൺ സിസ്റ്റത്തിനൊക്കെ വളരെ നല്ലതാണ്. ഇത് ഓവർനൈറ്റ് ഓട്സിന് നമ്മൾ ഈ ഗ്രീക്ക് യോഗേർട്ടാണ് യൂസ് ചെയ്യുന്നത്. ഉണ്ടോ? എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി ഇഷ്ടം കോസ്കോയിലെ ബേക്കറിയാണ്. അവിടുത്തെ ക്രോസോൺസ് ഒക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. ഞാൻ മേടിച്ചിട്ട് ചോക്ലേറ്റിൻ്റെ ഒക്കെ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് മേടിക്കാറുണ്ട്, പക്ഷെ പ്രിഫർ ചെയ്യുന്ന അവിടുത്തെ കേട്ടോ. ഇത് മേടിക്കാനോ? നല്ലതാണോ? മിനി ചോക്ലേറ്റ്. ഇതെന്താ ചോക്ലേറ്റ് ക്രോസോണ്ടാണോ ഇത്? ഞാൻ ചോക്ലേറ്റ് ലവർ ആയതുകൊണ്ട് ഇങ്ങനത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇതൊരെണ്ണം എടുത്തു.
ചീസ് കേക്ക്. ഇത് പ്രസിഡന്റ് ചോയ്സ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ബ്രാൻഡാട്ടോ, കനേഡിയൻ സ്റ്റോറിൻ്റെ ബ്രാൻഡാണ്. അവരുടെ തന്നെ സാധനങ്ങളായിരിക്കും ഇവിടെ ഉള്ളത്. കപ്പ് കേക്ക്സ് ആണ്, ഗ്രീൻ ബ്രെഡ്സ്. കുറേ ടൈപ്പ് ഓഫ് ബ്രെഡ്സ് ഉണ്ട്. ബ്രെഡ് ഇവിടുത്തെ കേക്ക് ഇതൊക്കെ കാണിച്ചു തരാം കേട്ടോ. കേക്ക് സെഷനാണ് ഇവിടുത്തെ. ബർത്ത്ഡേക്കൊക്കെ ഓർഡർ ചെയ്യാൻ മേടിക്കാവുന്നത് ഇവിടെ നിന്ന് ഡയറക്റ്റ് ചെയ്ത പേരൊക്കെ എഴുതി തരും. ക്യാരറ്റ് കേക്ക്, ചോക്ലേറ്റ്, അങ്ങനെ കേക്ക് ഭയങ്കര രസമുണ്ട്. തിരുമസു ലവേഴ്സിനൊക്കെ എന്തായാലും ഇഷ്ടപ്പെട്ടു. ഞാനൊരു ടക്സീഡോ, ഞാൻ ഒരു പ്രാവശ്യം നമ്മുടെ എൻഗേജ്മെൻറ്റ് ആനിവേഴ്സറിക്ക് ടക്സീഡോ മേടിച്ചായിരുന്നു, നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത്. അടിപൊളിയായിരുന്നു അത്. ചോക്ലേറ്റ് ലവേഴ്സ് മസ്റ്റ് ട്രൈ ഇവിടുത്തെ ടക്സീഡോ, കിടിലാണ്. ഇവിടെ ഇങ്ങനെ സാമ്പിളായിട്ട് കൊടുക്കാറുണ്ട് പുള്ളി. How are you? I'm fine. How are you? Okay, and these are the $7.99. Comes frozen. Okay. Takes 15 minutes in oven and is hand toasted by professionals in Italy. Oh, really? Oh, dear. Yeah. And we use I'm so curious to taste this. And we use smaller pepperonis. So 2 pepperonis are always better than 1. Okay. Well, thank you so much. All right. Thank you. Come on, my good sir. ഇത് നമുക്ക് സാമ്പിൾ ടേസ്റ്റ് ചെയ്യാൻ തന്നതാണ്. അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ് പുള്ളി പറഞ്ഞത്. ഇവിടുത്തെ ഐസ്ക്രീം പാട്ട് കാണിച്ചില്ലല്ലോ, ഇതൊക്കെ ഭയങ്കര ടെംപ്റ്റിങ് കേട്ടോ. ഇത് കിറ്റ്കാറ്റിൻ്റെ ഈ ഐസ്ക്രീം ഇവിടുത്തെ ബെസ്റ്റാണ്. കിറ്റ്കാറ്റിൻ്റെ വേറൊരു ടൈപ്പ് ഐസ്ക്രീം കൂടെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം എന്താ, സ്മാർട്ടീസിൻ്റെ ഐസ്ക്രീം ഉണ്ട്, പിന്നെ ഇതാ നമ്മൾ ഡയറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ സ്ഥലത്ത് വരാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കിറ്റ്കാറ്റിന് ഇത് ഈ മിനീസ് ആട്ടോ ഞാൻ പറഞ്ഞത്. അത് നമ്മൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തത്, വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു, പക്ഷെ അടിപൊളിയായിരുന്നു. അതായത് കിറ്റ്കാറ്റിൻ്റെ മിനീസ് ഇതൊരു ചോക്കോബാർ പോലെയാണ്, പക്ഷെ കിറ്റ്കാറ്റിൻ്റെ ഫ്ലേവർ വെച്ചിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. നല്ലതായിരുന്നു. ഇവിടെ പിന്നെ ബുക്കേസ് കിട്ടും. $20 ബുക്കെയൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ. ഓക്കെ, ഇവിടെ സാധാരണ നമ്മൾ നാട്ടിൽ ചെയ്യണ പോലെ ഇവിടുത്തെ ആൾക്കാർ വന്ന് ബില്ല് ചെയ്യാറുണ്ട്. ഇത് സെൽഫ് ചെക്കൗട്ടാണ്, നമ്മൾ തന്നെ സ്കാൻ ചെയ്തിട്ട് നമ്മൾ തന്നെ പേ ചെയ്യണം. കണ്ടോ, നമ്മൾ റിയൽ കാനഡയിൽ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ കോസ്കോയിൽ ചിലപ്പോൾ വാൾമാർട്ടിലും കൂടെ ഒന്ന് കയറും. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളും കൂടെ മേടിക്കാനുണ്ട്. നമ്മൾ ടിമ്മിന്ന് കോഫി അടിച്ചു കേട്ടോ. ഇത് ക്രിസ്മസ് തീം ആയിട്ടുണ്ട് ഇപ്പോൾ ടിമ്മിലെ കോഫിയൊക്കെ, അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. കോസ്കോ എത്തി ഇങ്ങനെ. ഇനി കോസ്കോയിൽ കുറച്ച് ഷോപ്പിംഗ് ചെയ്യാം എന്ന് കരുതി. ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്.
നമ്മൾ നല്ല വിശന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കോസ്റ്റിൽ ഒരു ഫുഡ് സെഷൻ ഉണ്ട്. അപ്പോൾ അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഷോപ്പിംഗ് കയറാമെന്ന് വിചാരിക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഹോട്ട് ഡോഗാണ്. പിന്നെയും കുറേ വേറെയും ഫുഡുണ്ട്. അത് കാണിച്ചു തരാവേ. നിങ്ങൾ എത്ര അടി മാത്രമേ ഫുഡൊക്കെ ഉണ്ട്. ഇത് കോസ്കോയുടെ ഫുഡ് കോർട്ടാണ്. ഇവിടെ പല ഐറ്റംസ് അവൈലബിൾ ആണ്. ഹോട്ട് ഡോഗ്, പിസ്സ. ഹോട്ട് ഡോഗിൻ്റെ വില ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, $1.50 ഉള്ളൂ ഒരു ഹോട്ട് ഡോഗിന്. അതിൻ്റെ കൂടെ ഒരു പെപ്സി കിട്ടുകയും ചെയ്യും. ഇത് ആക്ച്വലി 1980 അവർ ഫിക്സ് ചെയ്ത വിലയാണ്. ഇതുവരെ ആയിട്ടും കൂടിയിട്ടില്ല. ഇൻഫ്ലേഷൻ ഇതിനെ ബാധിച്ചിട്ടില്ല എന്നൊക്കെ പറയാം. അപ്പോൾ നല്ല വയറിന് നിറയും ചെയ്യും, നല്ല ഫുഡുമാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. $1.50 കൊടുത്താൽ ഒരു ഹോട്ട് ഡോഗും കിട്ടും, ഒരു പെപ്സിയും കിട്ടും. അപ്പം ഇന്ന് നമ്മൾ വാങ്ങുന്നത് ഒരു പിസ്സ സ്ലൈസാണ്. 3 സ്ലൈസസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിച്ചൊന്ന് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് ഷോപ്പിംഗ് തുടരാമെന്ന് ആലോചിക്കുന്നു. മേടിച്ചാണ്. സാധാരണ ഇവിടുത്തെ ഹോട്ട് ഡോഗ് പെപ്സി ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇന്നൊരു ചേഞ്ചിന് വന്നിട്ട് നമ്മൾ പിസ്സ മേടിച്ചത്. പക്ഷെ നല്ല ഹെവി ആയിരിക്കും. ഇത് എനിക്ക് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ട്രൈ ചെയ്ത് നോക്കി. ചീസ് ചെയ്യാൻ തോന്നല്ലേ? കുഴപ്പമില്ല. ഇത് ഒരു പെർ സ്ലൈസിന് ഇത് ഭയങ്കര ക്വാണ്ടിറ്റി ഉണ്ട്. ഒരാൾക്ക് ഭയങ്കര ഫില്ലിംഗ് ആണ്. ഇത് $2.50 പെർ സ്ലൈസ് ആണ്. നമ്മൾ 3 സ്ലൈസ് ചിക്കൻ സലാമിന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം കൂടി $7.80 എന്ന് പറയുന്നത്. $7.80 ആയിട്ടുണ്ടായിരുന്നു. $7.80. പക്ഷെ അത് ഭയങ്കര റീസണബിൾ ആണ്. ഒരു സ്ലൈസിന് $2.50 പിന്നെ ഒരിടത്തും കിട്ടില്ല കേട്ടോ ഈ റേഞ്ചിൽ. ഇത്രയും വലിയ പിസ്സ നല്ല റീസണബിൾ. ടേസ്റ്റ് വൈസ് ഫുഡ് കേട്ടോ. നല്ല ചീസി ഒക്കെ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലതാണ്. ഈ പറഞ്ഞ പോലെ കോസ്റ്റ്പോലെ ബാക്കി സാധനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു ഫുഡ് സെഷനും നല്ല ചീപ്പാണ്, നല്ല അഫോർഡബിളും ആണ്. അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇവിടെ വരുമ്പോൾ. ഫുള്ള് ക്രിസ്മസ് വൈബായിട്ടുണ്ട്. കോസ്റ്റ്കോയിലും എല്ലായിടത്തും തന്നെ ക്രിസ്മസ് വൈബായിട്ടുണ്ട്. ലോങ് ക്രിസ്മസ് ട്രീ. ചിക്കൻ കറി ആൻഡ് റൈസ് അല്ലേ? ഏത് ഷോപ്പിൽ പോയാലും എൻ്റെ കണ്ണുകൾ എപ്പോൾ നോക്കിയാലും ചോക്ലേറ്റിൻ്റെ ഇവിടെ തന്നെ കേട്ടോ പോകുന്നത്. എന്താണെന്നറിയില്ല. കോസ്കോയിലാകുമ്പോൾ കുറച്ചധികം പോവും. കാരണം അവിടെ കുറേ ചോക്ലേറ്റ്സ് നല്ല റീസണബിൾ. ഇപ്പം നമ്മളൊരു ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പം ഈ ടോബ്ലറോൺ തന്നെ $70 കുറേ ബൾക്കായിട്ടുണ്ടായിരുന്നു. ഇത് കിട്ടിയ സാമ്പിളാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോസ്കോയിലൊക്കെ നടക്കാറുണ്ട്. ക്രിസ്മസ് സ്പെഷ്യൽ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഗിഫ്റ്റ് സെറ്റ് ഒക്കെയാ കോസ്കോയിലെ. ഇത് കണ്ടില്ലേ, ഗിഫ്റ്റ് സെറ്റിനൊക്കെ $33 ഒക്കെയാണ്. കോസ്കോയിൽ സെയിൽസിൻ്റെ ഭാഗമായിട്ട് ഞാൻ എപ്പോൾ പോയാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാമ്പിൾസ് കാണാറുണ്ട് കേട്ടോ. ഒരു 2-3 സെഷൻസ് ഞാൻ ഇങ്ങനെ കാണാറുണ്ട് ആ ഒരു സാമ്പിൾ വെക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ റിയൽ കനേഡിയൻ സൂപ്പർ സ്റ്റോറിലെ കോസ്കോയുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. അപ്പം എല്ലാത്തിനും കൂടെ പർച്ചേസ് ചെയ്ത് നമുക്ക് 2 ബില്ല് ഇങ്ങനെയാണ്. റിയൽ കനേഡിയൻ സൂപ്പർ സ്റ്റോറിൽ ഏകദേശം ഒരു 65.36 ആണ് നമുക്ക് ടോട്ടൽ ബില്ല് വന്നത്. കോസ്കോയുടെ നമുക്കൊരു 65 വന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ 130 വന്നിട്ടുണ്ടായിരുന്നു. 130 എത്ര INR-ലേക്ക് എത്രയായിരിക്കും 130 വരുന്നത് ഏകദേശം? 130 ഒരു 8,000. ഇത് നമ്മള് ബേസിക് ഷോപ്പിംഗ് ആട്ടോ. ഒരു കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടാവുള്ളൂ.
എന്നാൽ നമുക്കൊരു 8,000 ആ റേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു എല്ലാം കൂടെ കഴിഞ്ഞിട്ട്. അപ്പൊ നമ്മൾ മേടിച്ച സാധനങ്ങളൊന്നും ബ്രീഫായിട്ട് കാണിച്ചു തരാം. ബ്രീഫായിട്ട് എല്ലാം മേടിച്ച എല്ലാം തന്നെ കാണിച്ചു തരാം. ആദ്യം ഞാൻ കാണിച്ചു നോക്കി ചിക്കനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് കോസ്കോയിൽ നിന്ന് മേടിച്ചതാണ്. ഇത് 3 ഇതുണ്ട്, 3-4 ഇതുണ്ട് ചിക്കൻ, ഹോൾ ചിക്കൻ ഉണ്ട്. ഒരു 34 നല്ല ഡീലാണ് ഹോൾ ചിക്കൻ വരുന്നത്. കോസ്കോയിൽ മേടിച്ചത് നല്ല ചിക്കൻ കേട്ടോ കോസ്കോയില്. പിന്നെ നാട്ടില് നമ്മള് ബ്രിഞ്ചോള്, ഇത് ഇടയ്ക്ക് റിയൽ കാനഡയിൽ പോയപ്പോ ഇത് എനിക്ക് ഇങ്ങനെ ലൂസായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് വലിയൊരു ബ്രിഞ്ചോളായിട്ടാണ് കിട്ടിയത്. അപ്പം എന്തെങ്കിലും മെഴുക്കുവരട്ടി അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നല്ലതായിരിക്കും. പിന്നെ വിനീഗർ, ഇത് നമ്മൾ റിയൽ കാനഡയിൽ നിന്ന് മേടിച്ചെന്ന് തോന്നുന്നു അല്ലേ, റിയൽ കാനഡയിൽ നിന്ന് മേടിച്ചായിരുന്നു. പിന്നെ തക്കാളി നല്ലതായിരുന്നു. ഇത് ഞാൻ അവിടെ വെച്ച് പറഞ്ഞെന്ന് തോന്നുന്നു. പ്രസിഡന്റ് സ്റ്റോഴ്സ് എന്ന് പറഞ്ഞിട്ട് റിയൽ കാനഡയുടെ ബ്രാൻഡ് ആണ്. അപ്പം അതിന്റെയൊക്കെ തക്കാളിയാണ്, അവിടെ തന്നെ ഒരു ബ്രാൻഡ് ആയിട്ടുള്ള തക്കാളിയാണിത്. പിന്നെ ഒനിയൻ നമ്മൾ ഇങ്ങനെ ആട്ടോ മേടിക്കുന്നത്. ഇത് നല്ല ഡീലാണ് കിട്ടുന്നത്, കുറച്ച് നാള് നിൽക്കും നമുക്ക് ഈ ഒനിയൻ വരുന്നത്. പിന്നെ പഴം നാട്ടിലെ പോലെ തന്നെ പഴമാണ് ഇത്. ഇതിന്റെ കുറെ പേര് എൻക്വയറി ചെയ്തിരുന്നു, പഴം ഒരിടത്ത് കിട്ടാനില്ല, ചിലയിടത്തൊന്നും കാണില്ല. വോൾമാർട്ടിലൊക്കെ പഴം കുറവാന്ന് തോന്നല്ലേ എംബി? വോൾമാർട്ടിലൊന്നും അങ്ങനെ പഴമുണ്ട്, ചിലപ്പോ കിട്ടാറില്ല. പക്ഷെ റിയൽ കാനഡയിൽ നല്ല പഴം കിട്ടാം. നമ്മൾ എപ്പോഴും റിയൽ കാനഡയിൽ നിന്നാണ് പഴമൊക്കെ എടുക്കണേ. അപ്പൊ അവിടെ പോയാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ പഴമൊക്കെ കിട്ടും. പിന്നെ നമ്മള് ബ്രൗൺ ബസ്മതി, നമ്മൾ മെയിൻലി എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നത് ബ്രൗൺ ബസ്മതി ആണ്. ബ്രൗൺ ബസ്മതി നമ്മൾ ഹെൽത്തി ബേസിസിലാണ്. നമ്മളിപ്പോ ജിമ്മിലൊക്കെ പോകുന്നതുകൊണ്ട് കുറച്ചും കൂടെ ഹെൽത്ത് അങ്ങനെ നോക്കിയിട്ടാണ് ഫുഡൊക്കെ മേടിക്കുന്നത്. അപ്പൊ നമ്മൾ മെയിൻലി ബ്രൗൺ ആണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ ടേസ്റ്റ് ഡിഫറൻസ് തോന്നില്ല. എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ ഉണ്ട്, നല്ലതായിരിക്കും നിങ്ങൾക്ക് ബ്രൗൺ യൂസ് ചെയ്യുന്നത്. നമ്മൾ നോർമൽ ബസ്മതി മേടിച്ചിട്ടുണ്ട്. നമ്മൾ ഇൻ കേസ് ബിരിയാണി അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി, അതിൽ ഗസ്റ്റ് ഒക്കെ വീട്ടിൽ വരാൻ വേണ്ടി അങ്ങനെ സമയത്തൊക്കെയാണ് നമ്മൾ നോർമൽ ബസ്മതി മേടിക്കുന്നത്. ഇത് രണ്ടും നമ്മള് റിയൽ കാനഡയിൽ നിന്ന് മേടിച്ച്. പിന്നെ നമ്മള് മുട്ട, ഒരു 30 പീസസ് മുട്ടയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. മുട്ട ഇത് നല്ലൊരു ഓഫറാട്ടോ. ഇത് എത്രയായിരുന്നു എൻ്റെ ഈ 30 പീസസ് മുട്ടയ്ക്ക് എത്രയായിരുന്നു ഓർമ്മയുണ്ടോ? അറൗണ്ട് $11. അറൗണ്ട് $11 ആയിരുന്നു. അപ്പൊ നാട്ടില് ഒരു എത്രയായിരിക്കും, ഒരു 600 700 ആ റേഞ്ച് ഒക്കെ ആയിരിക്കും. അത് 30 പീസസ് ഉണ്ട്. ഇതും ഒരാഴ്ച നമ്മൾ മുട്ട കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനും അങ്ങനെയൊക്കെ നമ്മൾ മുട്ട യൂസ് ചെയ്യും. പിന്നെ കോക്കനട്ട് മിൽക്ക്, ഇത് നമ്മൾ കോസ്കോയിൽ നിന്നാണ്. ഇങ്ങനെ 6 പീസസ് ഉള്ള ഒരു പാക്കാണ്, കാർട്ടൺ ഇത് വരുന്നത് കോക്കനട്ട് മിൽക്ക്. പിന്നെ ഇത് എന്റെ ഫേവറേറ്റ്സ് ആണ്. നമ്മൾ വരുന്ന വഴി കുറച്ച് കഴിച്ചായിരുന്നു. ക്രോസോൺസ് ആണ്, ചോക്ലേറ്റ് ക്രോസോൺസ്, മിനി ചോക്ലേറ്റ് ക്രോസോൺസ് ആണ്. ഇത് കോസ്കോയിൽ കിട്ടും. കോസ്കോയിൽ കുറച്ചധികം ക്വാണ്ടിറ്റി, അവിടുത്തെ എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് നമ്മൾ റിയൽ കാനഡയിൽ സൂപ്പർ സ്റ്റോറിൽ നിന്ന് മേടിച്ചതായിരുന്നു. ഇത് നല്ലതാട്ടോ. ഇത് നമ്മള് 30 സെക്കൻഡ്സ് ഓവനിൽ ഒന്ന് ഹീറ്റ് ചെയ്ത് കഴിച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക് നല്ല ചോയ്സ് ആണ്, അല്ലാത്തവർക്കും ഇത് ട്രൈ ചെയ്യാം. സ്വീറ്റ്സ് ഇഷ്ടമുള്ളവർക്ക്, എനിക്ക് പേഴ്സണലി ചോക്ലേറ്റ് ക്രോസോൺസ് ഭയങ്കര ഇഷ്ടമുള്ളതാണ്, നല്ലതാണ്. ഇത് റിയൽ കാനഡയിൽ നിന്ന് മേടിച്ചത്. പിന്നെ നമ്മൾ അവിടെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തില്ലായിരുന്നോ, ഇത് ഫ്രൈഡ് ഫിഷിന്റെ ഒരു ഇതാണ്, ലൈക്ക് മസാലയാണ്. ഇതിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. ഇത് നമ്മൾ റിയൽ കാനഡയിൽ നിന്ന് മേടിച്ചതാണ്, നല്ല മസാലയാണ്. പിന്നെ ചിയാ സീഡ്സ്, നമ്മൾ ഓവർനൈറ്റ് ഓട്സ് ആണ് മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റിന് ഹെൽത്തി രീതിയിൽ നമ്മൾ കഴിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടി ചിയാ സീഡ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മള് ചീസാണ് മേടിച്ചത്. ചീസ് വരുന്നത് ഇതില് ഫാറ്റ് കുറവുള്ള ചീസാണ്. നമ്മൾ ചില ദിവസങ്ങളിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സലാമി ഒക്കെ വെച്ച്, ചിക്കൻ സലാമിയും ബ്രെഡ് ഒക്കെ വെച്ചിട്ട് ഈ ചീസ് യൂസ് ചെയ്യും. അത് ഭയങ്കര ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ചീസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല അവിടെ വെച്ചിട്ട് ഇത് എഗ് നോക്ക്, ഇത് ക്രിസ്മസ് സ്പെഷ്യൽ എഗ് നോക്കാണ്. ഞാൻ ഇത് ട്രൈ ചെയ്തിട്ടില്ല. നിമ്പി ട്രൈ ചെയ്തിട്ട് നല്ല ട്രൈ ചെയ്യണം എന്നാണ് വിചാരിച്ചിട്ട് മേടിച്ചതാണ്. നിമ്പിക്ക് അറിയത്. അപ്പൊ ഇതൊരു ഡ്രിങ്ക് ആണ് ആക്ച്വലി, അത് റിയൽ കാനഡയിൽ നിന്നാണ്. ഇത് നമ്മൾ കോസ്കോയിൽ നിന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ച സാധനമാണ്. ചിക്കൻ കറിയും റൈസും കൂടെ ഉള്ളൊരു ഇതാണ്. അപ്പോൾ ഇത് ഒരു നേരം മീലിന് വല്ലതും എടുക്കാം. ഇതിലും എങ്ങനെയാണ് ജസ്റ്റ് ഓവനിൽ വെച്ചാൽ മതി, 3 to 4 minutes ഒക്കെ ഒന്ന് ചൂടാക്കിയാൽ മതി. അത് ട്രൈ ചെയ്ത് നോക്കാൻ മേടിച്ചതാണ്. പിന്നെ നമ്മൾ ചില ദിവസം തൈര് ഉറക്കി വെക്കാറുണ്ട്, അത് ഹെൽത്തി
നല്ല ഹെൽത്തി യോഗോട്ട് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ 3% ഫാറ്റ് ഉള്ള മിൽക്കാണ് മേടിച്ചത്. പിന്നെ ബോർബൺ, നമ്മൾ ഇവിടെ വീട്ടിലെ സ്നാക്സ് മേടിക്കുന്ന കുറവാണ്. ഗസ്റ്റ് ഒക്കെ വരുമ്പോഴാണ് കൂടുതൽ സ്നാക്സ് മേടിക്കുന്നത്. കാരണം നമ്മൾ ഇവിടെ നിന്ന് ഞാൻ തന്നെ മിക്കവാറും കഴിക്കും സ്നാക്സ് ഒക്കെ. അപ്പൊ നമ്മള് ജിമ്മിലൊക്കെ പോകുന്നുണ്ട്, അങ്ങനെ ഡയറ്റ് കൺട്രോൾ ആയതുകൊണ്ട് സ്നാക്സ് ചിലപ്പോൾ ഒരു ക്രേവിങ്സിന് വേണ്ടിയിട്ട് അല്ല ചീറ്റ് ഡേയ്സ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബോർബൺ, നാട്ടിലെ ബോർബൺ എല്ലാവർക്കും അറിയായിരിക്കും. അങ്ങനെ പിന്നെ നമ്മൾ യോഗേർട്ട്, നേരത്തെ പറഞ്ഞ ഓവർനൈറ്റ് ഓട്സിന് യോഗേർട്ട് ഒക്കെ ഇട്ട് കഴിക്കാം. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ ഓവർനൈറ്റ് ഓട്സിന്റെ റെസിപ്പി വേണമെങ്കിൽ ഒരു ഷോർട്സ് പോലെ ചെയ്യാം. എല്ലാവർക്കും ഇപ്പോൾ ഓവർനൈറ്റ് ഓട്സ് അറിയായിരിക്കും, എല്ലാവരും ഹെൽത്ത് ബേസിൽ കഴിക്കുന്ന ഒരു സാധനമായിരിക്കും. പിന്നെ ഗ്രീക്ക് യോഗേർട്ട് ആണ് ഇത്, നമ്മൾ റിയൽ കനേഡിയൻ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. അപ്പൊ ഇത് ഇത്രയും സാധനങ്ങളാണ് ആക്ച്വലി 8,000 റേഞ്ചിൽ വന്നത്, നാട്ടിൽ 8,000 റേഞ്ചിൽ വന്നേ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. റിയൽ കനേഡിയൻ സൂപ്പർ സ്റ്റോറിലെയും കോസ്കോയുടെ ഒരു ബ്രീഫായിട്ടൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. കോസ്കോയുടെ ഞാനൊരു ഡീറ്റെയിൽഡ് വ്ളോഗ് ഞാനൊരു ഒന്ന് ഓടിച്ചു പോയതാണ്. കോസ്കോയുടെ റിയൽ കനേഡിയിൽ കുറച്ച് കാര്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ കാനഡയിൽ കുറെ നാളുള്ളവർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി പുതിയതായിട്ട് ഫ്രഷേഴ്സ്, കാനഡയിൽ വരുന്ന ഫ്രഷേഴ്സിനാണെങ്കിൽ ഈ വീഡിയോ നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോ എന്താണ് ഇതിലെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തെങ്കിലും ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോസ് ഇനി കമന്റ് ആയിട്ട് പറയാം. എന്തെങ്കിലും ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് പറയാം. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. പിന്നെന്താ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.